ധന്യരായ സമസ്ത കേരള ജമിയത്ത് ഉലമായുടെ നേതാക്കളെ, ഉലമാക്കളെ, ഇവിടെ അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മതീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സദഖല്ലാഹു മൗലാനൽ അലീം. ബഹുമാനികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികം കൊണ്ടാടാൻ പോകുന്ന, അതിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സമസ്തയുടെ അതിൻ്റെ പുതിയ പദ്ധതികൾക്ക് വളരെയധികം സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട കാര്യം അറിവാണ്. അറിവ് നൽകുക എന്നുള്ളതാണ്. മതപരമായ അറിവിൻ്റെ പുറമെ നേരായ വഴിയിലൂടെയുള്ള ഭൗതികമായ അറിവും, ഈ രണ്ടറിവും ഈ മനുഷ്യ സമൂഹത്തിന് നൽകുക, അത് ഭൂമി ലോകത്ത് എവിടെയായിരുന്നാലും ഏത് രീതിയിലാണ് അറിവ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുക എങ്കിൽ അതെല്ലാം ഉപയോഗിച്ചു കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നത് സമസ്തയുടെ വളരെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവികന്മാരായ മഹത്തുക്കൾ ഇൽമ്, അറിവ് അതെത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അവർ സഞ്ചരിക്കുകയുണ്ടായി. ഭാഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമാണ്. നമ്മൾ വിചാരിക്കും ഭാഷ എന്ന് പറയുന്നത് അതിങ്ങനെ ഇന്ന് ലോകത്ത് ധാരാളം ഭാഷകളുണ്ടല്ലോ, അതെല്ലാം പഠിച്ചുകൊണ്ടാണ് എന്ന്. അതിനേക്കാൾ ഒരു മനുഷ്യൻ്റെ ഭാഷ എന്ന് പറയുന്നത് അവൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾക്കാണ് വ്യക്തിത്വമില്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് യഥാർത്ഥ ഭാഷകളിലൂടെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഫലം ചെയ്യുക. ഹാലു റുദിൻ വാഹിദിൻ ഫി ഇസ്ലാഹി അൽഫി റുദിൻ. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, ആ ഒരു മനുഷ്യൻ്റെ ശരിയായ വ്യക്തിത്വത്തിൽ നിന്ന് 1000 ആളുകളെ നന്നാക്കുക എന്നത്, 1000 ആളുകൾ അവരുടെ വാചാലമായ പ്രഭാഷണങ്ങളിലൂടെ 1000 ആളുകളുടെ പ്രഭാഷണങ്ങളിലൂടെ ഒരാൾ നന്നാക്കാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യുക ഒരാളുടെ വ്യക്തിത്വത്തിൽ നിന്ന് 1000 ആളുകളെ നന്നാക്കാനാണ്. അതാണ് വ്യക്തിത്വം. അവൻ്റെ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതം സത്യസന്ധമായ ജീവിതമായിരിക്കണം. സത്യസന്ധമായ ജീവിതം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രകാശിക്കുന്ന,
ജ്വലിക്കുന്ന ഒരു സൂര്യൻ ആയി മാറും. അത് ആ സൂര്യൻ്റെ പ്രകാശം പോലെ അത് മനുഷ്യ സമൂഹം എവിടെയുണ്ടോ അവിടേക്കെല്ലാം ആ പ്രകാശം ചെന്നെത്തും. വെളിച്ചം, ഇൽമ് എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചം, ആ പ്രകാശം അവിടെ ചെന്നെത്തും. ആ പ്രകാശം ഒരു പ്രത്യേക പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്ന് നേരായ വഴികൾ അവന് മനസ്സിലാവുകയും അത് പ്രകാരം പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് അവനുണ്ടാവുകയും സ്വമേധയ അവൻ നന്നായിത്തീരുകയും ചെയ്യും. അതാണ് 1000 ആളുകളെ ഒരാളുടെ വ്യക്തിത്വത്തിൽ നന്നാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് അത് ഹിദായത്തോടു കൂടെയുള്ള അറിവായിരിക്കണം. നാം ലോകത്ത് പ്രചരിപ്പിക്കുന്നത് ഒരു അറിവ് മാത്രമല്ല, ആ അറിവിൻ്റെ കൂടെ സത്യസന്ധമായ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവണം. ഇൽമും ഹിദായത്തെന്ന് പറയും. നമ്മൾ ഇൽമു നൽകണം, ഹിദായത്ത് നൽകണം. പണ്ട് കാലങ്ങളിലൊക്കെ സഹാബത്തിൻ്റെ കാലം ലക്ഷക്കണക്കിലുള്ള സഹാബത്തുണ്ടായിരുന്നുവെങ്കിലും ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖീയിലും നമ്മൾ പോയി നോക്കിയാൽ നിശ്ചിത എണ്ണം സഹാബികളെ ഖബറുകളാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച്, ഞാൻ ഭാഷയുടെ കാര്യം പറഞ്ഞത്, അവർക്ക് മലയാളം അറിഞ്ഞിരുന്നോ? ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നോ? ഈ ഭാഷകളൊക്കെ അറിഞ്ഞിട്ടാണോ? അത് അവരുടെ വ്യക്തിത്വമാകുന്ന ഭാഷ കൊണ്ടിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവർ പോയി എന്നുള്ളത് അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അവരൊക്കെ ആ 10,000-ത്തിലധികം വരുന്ന സഹാബികൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇൽമും ഹിദായത്തും നൽകുന്നതിന് വേണ്ടി അവർ സഞ്ചരിച്ചു. ഇന്ന് മൊബൈലില്ല, സംവിധാനങ്ങളില്ല. ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംവിധാനങ്ങളോ ഒന്നുമില്ല. അവർ ത്യാഗം സഹിച്ചു, വലിയ ത്യാഗങ്ങൾ സഹിച്ച ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഖബറുകൾ. നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ എത്ര ഭാഗങ്ങളിലാണ്, എത്ര സഹാബി വര്യന്മാരെ ഖബറുകളാണുള്ളത്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവർ ശരിയായ സത്യം ഇവിടെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അവർ പോയി. ഇന്നിപ്പോൾ നമ്മൾക്ക് ഇരിപ്പിലിരുന്നു കൊണ്ട് നമ്മൾ പോവണ്ട, നമ്മൾ പോവാതെ തന്നെ അത് എല്ലാ ശബ്ദത്തിനും ശബ്ദം എന്ന് പറയാം. സ്വഭാവത്തിലുള്ളതും പൊതു സ്വഭാവയുടെ ശബ്ദം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായൊരു വാക്കാണ്. ആ ശബ്ദം ഇരിപ്പിലിരുന്നു കൊണ്ട് നമ്മൾക്ക് ലോകത്തെ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ സാധിക്കും. ഇന്ന് വേദനാജനകമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാളെ കൊല ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്തൊരു കാലഘട്ടം. നിരപരാധികളായ മനുഷ്യരെ, പാവങ്ങളെ കൊന്നൊതുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലും സമയത്തുമാണ് നമ്മളുള്ളത്. വേദനാജനകമായ രാവിലെ എണീച്ച് നമ്മൾ ലോകത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വേദനിക്കുകയാണ്. നമ്മൾ മനസ്സ് തളർന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരവസ്ഥ നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ലോകത്ത്, ഫലസ്തീനിൽ, ഗസയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ ലോകത്ത് മനുഷ്യർക്ക് ബോധവൽക്കരണത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി ഉപകാരപ്പെടുന്ന നല്ല ഒരു കാൽവെപ്പും നല്ലൊരു പ്രവർത്തനവുമായി ഇതിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ മഹാന്മാരായ നേതാക്കളും ഉസ്താദന്മാരും ഒക്കെ
കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് കൊണ്ട് ഞാനതിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നില്ല. 2 വാക്ക് മാത്രം പറഞ്ഞു എന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നമ്മൾ ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതെങ്കിൽ അല്ലാഹു അതിനെ കബൂൽ ചെയ്ത് സമസ്തയുടെ ഏതൊരു പ്രവൃത്തിയും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയിച്ച് ഇന്ന് വരെയുള്ള ചരിത്രത്തിലും വിജയിച്ച് കണ്ട നമ്മൾ ഇതും അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.